ആര് ജയിച്ചാലും മുനിസിപ്പാലിറ്റി നന്നാവണം. പിന്നെ ഉള്ളത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഇപ്പോൾ 15 സീറ്റൊക്കെ BJP ഓൾറെഡി ഉണ്ട്. അത് തിരിച്ചു പിടിക്കാൻ കഴിയുകയാണെങ്കിൽ അത് BJPക്ക് ഒരു വലിയ വിജയമായിരിക്കും. അല്ലെങ്കിൽ അവരുടെ ഇത്രയും കാലത്തെ അവരൊന്നും ചെയ്തില്ല എന്നുള്ളതിൻ്റെ എഫക്റ്റ് വരും. ഇനി CPM അല്ലെങ്കിൽ കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ അവർക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കണം. അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് ജനങ്ങൾക്ക് ഞാൻ ഈ ബേസിക്കലി എൻ്റെ ജോലി എവിടെയാണെങ്കിലും ഞാൻ ഈ നാട്ടുകാരനല്ല, ഞാൻ തിരുവാണിയൂർ പഞ്ചായത്തുകാരനാണ്. അപ്പോൾ അനുഭവം കൊണ്ട് പറയണത് ഇവിടുത്തെ BJP എന്ത് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അവർ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് 15-20 ആക്കാൻ പറ്റും, ഭരിക്കാൻ പറ്റും. ഇനി അല്ലെങ്കിൽ അത് പ്രതിപക്ഷം ശരിയല്ല എന്നുള്ളതിൻ്റെ എഫക്റ്റ് ആയിരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ കോൺഗ്രസോ അടുത്ത ഭരണം ആരാണെന്ന് വെച്ചാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള ജനങ്ങൾ തന്നെ തീരുമാനിക്കണം. ഇവിടുത്തെ ആൾക്കാർക്ക് പലർക്കും കൺഫ്യൂഷൻസ് ഉണ്ട്. ഇവിടുത്തെ ഈവൻ കാന ഉണ്ടാക്കിയപ്പോൾ വെള്ളക്കെട്ട് കൂടി, അങ്ങനെയുള്ള അതടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. അതിന് എന്ത് തീരുമാനം ഉണ്ടാക്കുന്നുള്ളത് അറിഞ്ഞ് വോട്ട് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. ഞാൻ തൃപ്പൂണിത്തുറ വന്നിട്ട് 15 വർഷമായിട്ടുണ്ട്. ആ 15 വർഷം കൊണ്ട് ഞാനൊരു ഇപ്പം 5 ഭരണം കണ്ടതല്ലേ. അതൊന്നും അല്ലാത്തൊരു ഭരണമാറ്റം അത്യാവശ്യമാണ്, അതൊരു സംശയമില്ല. അല്ലാതെ ഈ അഡ്ജസ്റ്റ്മെന്റ് ഭരണം നടക്കില്ല. അതുകൊണ്ട് ഒരു ഗുണമില്ല ആർക്കും. അത് അവർക്ക് ഗുണം ഉണ്ടാവുമായിരിക്കും, പക്ഷെ നാട്ടുകാർക്ക് ഒരു ഗുണമില്ല. അതുകൊണ്ട് ഭരണമാറ്റം വേണം, ഉറപ്പാണ്. ട്രെൻഡ് ഒന്നും പറയാൻ പറ്റില്ല ഇത്തവണ. നമുക്ക് 3 പാർട്ടിക്കാരും നല്ല കാൻഡിഡേറ്റ്സിനെ നിർത്തിയേക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. എങ്ങോട്ട് വേണമെങ്കിൽ ചെയ്യാം. എന്തെങ്കിലും വികസനം ആവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ടോ? വികസനം മാത്രമേ ആവശ്യമുള്ളൂ. ആദ്യമായിട്ട് ഇവിടെ പട്ടിയുടെ പ്രശ്നം, ഏത് ഇടവഴി പോയാലും പട്ടികൾ മാത്രമേ ഉള്ളൂ. ആൾക്കാരെക്കാളും കൂടുതൽ തെരുവുനായ്ക്കളാണ്. പിന്നെ ഡ്രെയിനേജ് ഇഷ്യൂ, നിങ്ങൾ നിൽക്കുന്ന ഈ റോഡ് തന്നെ ഒരു 1 മണിക്കൂർ മഴ പെയ്താൽ മുട്ടറ്റം വെള്ളമാണ്. ഇത് എല്ലാ കൗൺസിലർമാരും മാറി പാർട്ടിക്കാർ മാറി വരുന്നുണ്ട്, പക്ഷെ ഒരു വികസനവും നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. നമ്മളെ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ വേണം ഭരിക്കാൻ വരാൻ. അല്ലാണ്ട് ആളുകൾ വന്ന് നമ്മളിപ്പോൾ ഇലക്ഷന് വേണ്ടി ആ ഉള്ള സമയത്ത് മാത്രമേ നമ്മുടെ അടുത്തേക്കൊക്കെ വരുന്നുള്ളൂ. റോഡ് നന്നാക്കാനോ എന്തെങ്കിലും ചോദിച്ചാൽ, ലൈറ്റിൻ്റെ കാര്യം ചോദിച്ചാലോ എന്തെങ്കിലും ആരും ഇല്ല. നമ്മളിപ്പോൾ ആ സമയത്ത് മാത്രമേ അവരെ കാണുന്നുള്ളൂ. അല്ലാണ്ട് നമ്മളെപ്പോഴും വന്ന് കണ്ട് കാര്യങ്ങൾ അവിടുത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, കാര്യങ്ങൾ എന്താണ് ഇഷ്യൂസ് എന്നൊക്കെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മാത്രമേ നമ്മൾ ഇനി വോട്ട് ചെയ്യുള്ളൂ. ഇല്ലാത്തവർക്ക് ആരും ഞാൻ വോട്ട് ചെയ്യില്ല. ഷുവറായിട്ടും മാറ്റം വരണമല്ലോ. മാറ്റം വരാണ്ട് ഇനി എപ്പോഴും ഒരേ ആൾക്കാർ തന്നെ ഭരിച്ച് മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. മാറ്റങ്ങൾ വന്നാലേ എന്താണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ.